ഇന്ന് എൻ്റെ തന്നെ ബർത്ത്ഡേക്കാണ് പോകുന്നത്. സോ ഇന്ന് എനിക്ക് എൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ഡ്രസ്സാണ്. എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ സ്മാർട്ട് വാച്ചാണ്. വേറെന്താ ബർത്ത്ഡേ ഒരുപാട് ഞാൻ എന്താ പറയുക ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടി കുറേ ശ്രമിച്ചു നോക്കി. പക്ഷെ ഒരു നിലക്ക് നടക്കുന്നില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ആൾക്കാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം എന്താ പറയുക സ്വീകരണ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അത് അറിയണ്ടെന്ന് കരുതിയിട്ട് കുറേ ഒളിപ്പിച്ച് നിർത്താൻ ഞാൻ ശ്രമിച്ചു, ബട്ട് നടന്നില്ല. സോ നമ്മുടെ ഫുൾ ടീം വരുന്നുണ്ട്. അടിപൊളി. ദിബ ബേക്സിൻ്റെ നല്ല പിസ്താഷ്യോ കേക്ക്. സോ ഇനിയിപ്പോൾ നമ്മൾ ബർത്ത്ഡേ പാർട്ടി പോവാണ്. സോ കുറേ ആൾക്കാർ വരാനുണ്ട് അവിടുന്ന്. അമ്മമാരൊക്കെ പള്ള നടക്കണം. അപ്പം അതിന് വേണ്ടി പോവാ. വിളി തുടങ്ങി ആളെത്തി താഴെ. കട്ട് ചെയ്യാം തുടങ്ങും. സോ എങ്ങനെയുണ്ട് ലുക്ക്? കുഴപ്പമില്ലല്ലോ, സെറ്റല്ലേ ഡ്രസ്സ്? കുറേ കാലത്തിന് ശേഷം അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അങ്ങനെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സെലിബ്രേഷൻ എന്നും വേണമെങ്കിൽ പറയാം, എനിക്കുള്ളൊരു പണിയെന്നും വേണമെങ്കിൽ പറയാം. സെറ്റ്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അവിടെ ആരൊക്കെ വരുന്നു, എന്തൊക്കെ വരുന്നു എന്നൊരു ഐഡിയ ഇല്ല. കണ്ട് എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന എല്ലാം നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. എവിടേക്കാട്? ഉണ്ണിക്കാട്. അയ്യോ, നീ അത് ഉഡിയൊക്കെ ഇട്ടിട്ടല്ല? ശരിക്കും ഉറങ്ങായിരുന്നു ഞാൻ. ഉറക്കത്തിൻ്റെ ഇടയിലോ എൻ്റെ ഉറക്കം പോയി. 2 ദിവസമായി ഉറങ്ങിയിട്ട് ഞാൻ. സൂം ചെയ്തെടുക്ക്, ജൂം പണിയെടുക്ക്, ജൂം. ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ്. എന്റെ ബർത്ത്ഡേ ഇത്ര കാലം നമ്മൾ ആഘോഷിച്ചിരുന്നത് മറ്റുള്ളവരുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് സ്വന്തം ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടിട്ട് എല്ലാം കൂട്ടിപ്പോയൊരു ലെവലിലാണുള്ളത്. ഉനൈസിന്റെ പ്ലാനാണ് ഇന്ന് ഇവിടുന്ന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത്. ഇത് തോന്നുന്നു ഒന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കിട്ടില്ലെങ്കിൽ നമ്മള് വീട്ടിൽ പോകും. ഓർഡർ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചിക്കൻ സ്റ്റാർട്ടർ പറഞ്ഞു. അത് മതി കഴിഞ്ഞിട്ടോ. സുഖാര്യം പറയുന്നു, വല്ലാണ്ട് കഴിക്കാണ്ടാവാനിട്ട് ഭാര്യനെ പേടിപ്പിക്കുന്നു. ഫുഡ് കുറച്ച് കഴിച്ചാൽ പൈസ കൊടുക്കേണ്ടവനാണ്. പക്ഷെ ഒരാവോലും ഒരു നേരത്തൊക്കെ തരുന്നതാ. ഈ ബില്ലുണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് കഷ്ടപ്പെട്ടവർക്ക് ഓവർ ടൈം വർക്ക് ചെയ്തിട്ടാണ് കഷ്ടപ്പെട്ടത്. എല്ലാരും വിളിച്ച് എന്നിട്ട് കേൾക്കുന്നില്ല. ഇവ പാർസൽ വരെ മേടിച്ചോണ്ടാണ് തെറ്റി. ഹാപ്പി ബർത്ത്ഡേ
പറയൂ ജ്യൂസ് ആയതുകൊണ്ട് എന്ത് പുള്ളി കഴിച്ചോളാം എന്താ പറയാ അതിന്റെ അടുത്ത് കഴിച്ചാണ്ടല്ല അന്നെ പോലും ഗ്യാസ് എങ്ങനെയുണ്ട് പ്രോട്ടീൻ ഉണ്ടോ ഏണ്ട് കൊള്ളാം രസമുണ്ട് ഉഷാറന്നെ ഓക്കെ കിട്ടിയ ബില്ല് എങ്ങനെയുണ്ട് ചോദ്യം ഐഷ എങ്ങനെയുണ്ട് കിട്ടിയതിന്റെ ബർത്ത്ഡേ ആഘോഷം പറയൂ ഞാൻ ഇപ്പൊ താലിയോട്ടുണ്ട് ചോദിക്കണ പറമുത്ത അടുത്ത ശനിയാഴ്ച ഞങ്ങൾ അലൈനിലേക്ക് ഒരു പടം കൊടുത്ത് വരുന്നതാണ്. ബിരിയാണി വെപ്പിക്കും അങ്ങനെ ശനി ഞായർ അതാണെങ്കിൽ പിന്നെ രാവിലെ ഉണ്ടാക്കാണെങ്കിൽ ശനിയാഴ്ച രാവിലെ കാലത്തണ്ട് പുറത്തും പോയാണില്ല ഫുഡ് കഴിക്കാൻ 2 ചിക്കൻ മേടിക്കാൻ ₹1 അതില്ലേ വീട്ടിൽ നടക്കണില്ല പുറത്തല്ല ഹോട്ടലിലല്ല പോണം ഉച്ചക്ക് വീട്ടിൽ ഉച്ചക്ക് രാത്രി വീട്ടിലും ഉച്ചക്ക് പുറത്തു നല്ല പ്ലാനാ. പിന്നെ ഉനൈസിനെ കൊണ്ടുള്ള പ്ലാൻ ഇല്ല കേട്ടാ. എന്റെ പ്ലാനുകളൊക്കെ കൊളായി. ഇനി എവിടേക്കും പോയിരുന്നല്ലോ ഉനൈസ് വിളിച്ചാ. ഉനൈസിന്റെ റിവ്യൂ കണ്ടിട്ടുള്ള ഹോട്ടൽ ഞാൻ പറഞ്ഞു റിവ്യൂ വാങ്ങി പൊളിയാ. എന്നിട്ട് നമ്മള് സെക്കൻഡിലല്ലേ വന്നത്. 10 ക്ലോസ് ഷോപ്പ് 11